എൻ്റെ ഹൃദയം കേട്ട വിളി. സിസ്റ്റർ ജോസി ജോസഫ്, UMI. കണ്ണൂർ രൂപതയിൽ ഇരിട്ടി ഫൊറോനയിലെ പാറയ്ക്കപ്പാറ ഇടവകയിൽ മേലെഴുത്തുപറമ്പിൽ കുടുംബത്തിൽ നിന്ന് ദൈവവിളി എന്ന മഹാദാനത്തിന് അർഹയാക്കി അമലോത്ഭവ മാതാവിൻ്റെ ഉർസുലേൻ സന്യാസ സഭയിൽ ഒരു സ്ഥിരാംഗമായി എന്നെ നിലനിർത്തുന്ന നല്ല തമ്പുരാൻ്റെ കാരുണ്യത്തിൻ്റെ വഴികൾ പങ്കുവയ്ക്കാൻ എനിക്ക് ലഭിച്ച ഈ അവസരത്തിന് ദൈവത്തിന് നന്ദി. ഓർമ്മ വച്ച നാൾ മുതൽ മനസ്സിൽ കോരിയിട്ട ഒരാഗ്രഹമായിരുന്നു സമർപ്പിത ജീവിതം. ദേവാലയത്തോടും വൈദികരോടും സമർപ്പിതരോടും മാതാപിതാക്കൾ നൽകിയ പ്രാധാന്യവും കരുതലും സ്നേഹവും എന്നും എനിക്ക് പ്രചോദനമായിരുന്നു. നഴ്സറി സ്കൂൾ മുതൽ വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ എന്നും എനിക്ക് പ്രിയമായിരുന്നത് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി എന്നെ സമീപിച്ച സമർപ്പിത അധ്യാപകർ തന്നെയായിരുന്നു. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ മാറപ്പെടാതിരുന്ന എൻ്റെ ആഗ്രഹത്തിൻ്റെ കനലിനെ വീണ്ടും തെളിയിച്ചെടുത്തത് അവധിക്കാലങ്ങളിലെ സമർപ്പിത സഹോദരിമാരുടെ സന്ദർശനങ്ങളും ദൈവവിളി ക്യാമ്പുകളുമായിരുന്നു. വലുതാകുമ്പോൾ ആരാകണം എന്ന ചോദ്യത്തിന് ഞാൻ നൽകിയ മറുപടി ഒരു സിസ്റ്ററാകണം എന്നായിരുന്നു. കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും ജീവൻ തള്ളി നീക്കുമ്പോഴും തിരിച്ചറിവുകളില്ലാത്ത പ്രായത്തിൽ ഞാൻ പറഞ്ഞ മറുപടിക്ക് എൻ്റെ മാതാപിതാക്കൾ ഒരുപാട് വില നൽകി. പതിറ്റാണ്ടുകളായി മതബോധന രംഗത്തും ദേവാലയ ശുശ്രൂഷകളിൽ നിറഞ്ഞ സാന്നിധ്യമായി എനിക്ക് പ്രോത്സാഹനവും പ്രചോദനവും നൽകുന്ന പപ്പ, ആദ്യ കുർബാന സ്വീകരണം മുതൽ ഈശോയെ എന്നെ അങ്ങയുടെ മുന്തിരിത്തോപ്പിലെ വിശ്വസ്ത ദാസിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. വർഷങ്ങൾക്കിപ്പുറം സഭാപ്രവേശനത്തിന് ശേഷവും ദൈവമേ എന്നെ അങ്ങയുടെ മുന്തിരിത്തോപ്പിലെ വിശ്വസ്ത ദാസിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഓർമ്മിപ്പിക്കുന്ന അമ്മയും സഹോദരങ്ങളും ഒരിക്കലും ആകാത്ത ഏടുകളാണ്. ജീവിതം വഴിമുട്ടുന്ന അവസരങ്ങളിൽ ഇനി നാം എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് എന്നും വീട്ടിൽ ഉയർന്നു കേട്ട മറുപടി ദൈവം നോക്കിക്കൊള്ളും എന്നായിരുന്നു. ഓർമ്മയുടെ താളുകളിൽ ചേർക്കപ്പെട്ട ഈ ദൈവസ്നേഹവും പരസ്നേഹവും ദൈവ ആശ്രയത്വവും തന്നെയാണ് ജീവിതത്തെ പുഞ്ചിരിയോടെ വീക്ഷിക്കുവാനും എന്നും സമർപ്പിത ജീവിതത്തിലെ മാധുര്യം നുകരുവാനും എന്നെ സഹായിക്കുന്നത്. അവനാൽ നോക്കപ്പെടും, അവനെ നോക്കിക്കും, ജീവിക്കുവാനുള്ള വിളി. അതുതന്നെയാകാം പരിചിതമായ സാഹചര്യങ്ങളിൽ നിന്നും മാറ്റി അന്ന് എനിക്ക് തികച്ചും അപരിചിതമായ ഉർസുലേൻ സഭയിൽ എന്നെ അംഗമാക്കിയത്. പിന്നീടുള്ള നാൾവഴികളിൽ ഞാൻ അനുഭവിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൃപയും ശക്തിയും നൽകുന്ന അവിടുത്തെ സ്നേഹമാണ്. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. 1 തെസ്സലോനിയൻ 5:24. കുറവുകളെ നികത്തുക. ബലഹീനതയിൽ ബലമായ സന്താപത്തിലും സന്തോഷത്തിലും ഒരു വ്യക്തിക്ക് അടുത്ത സ്നേഹത്തോടെ എന്നെ കരുതുന്ന നല്ല തമ്പുരാൻ. ഹി ക്വാളിഫൈസ് ദ കോൾഡ് എന്ന വാചകം അക്ഷരാർത്ഥത്തിൽ എന്നിൽ പൂർത്തിയാക്കപ്പെട്ട് 13 വർഷങ്ങളാണ്. വ്രതങ്ങൾ നിയന്ത്രണങ്ങളല്ല, മറിച്ച് ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണെന്നും അത് ദൈവാശ്രയം ഒരുവന് നൽകുന്ന സ്വാതന്ത്ര്യം ആണെന്നും തിരിച്ചറിഞ്ഞ് ജീവിത വഴികളിൽ അനേകർക്ക് പ്രകാശമായി അവിടുത്തെ കരുണയും സ്നേഹവും പകരാൻ ദൈവകൃപയാൽ സാധിക്കുന്നു. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ദൈവവിളിയും സമർപ്പിത ജീവിതവും നഴ്സിംഗ് പ്രൊഫഷനുമെല്ലാം സംതൃപ്തിയോടും ആത്മനിർവൃതിയോടും കൂടെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അവിടുന്ന് ആരംഭിച്ച നന്മയുടെ പ്രവൃത്തി അവിടുന്ന് തന്നെ പൂർത്തിയാക്കും എന്ന വിശ്വാസത്തിൽ അവൻ്റെ വിശ്വസ്തതയിൽ മാത്രം പ്രത്യാശ വെച്ചുള്ള യാത്ര തുടരുകയാണ്. എൻ്റെ വിളിയും ജീവിതവും എന്നും സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും ചേർത്ത് പിടിക്കുന്ന പാറയ്ക്കപ്പാറ ഇടവക സമൂഹത്തെയും ഇടവകയിൽ സേവനം ചെയ്ത എല്ലാ കണ്ണൂർ രൂപത വൈദികരെയും പ്രഷ്യസ് ബ്ലഡ് കാരുണ്യമാത സഭകളിലെ വൈദികരെയും ആദ്യ പാഠങ്ങളിലൂടെ സമർപ്പിത ജീവിതത്തോട് ഉള്ള ഇഷ്ടത്തിൻ്റെ വിത്ത് എന്നിൽ പാകിയ സത്യസേവ സിസ്റ്റേഴ്സിനെയും ഇപ്പോൾ സേവനം ചെയ്യുന്ന സെൻറ്റ് ജോസഫ് ഓഫ് ഷാംപേരി സിസ്റ്റേഴ്സിനെയും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. സമർപ്പിത വഴികളിൽ എന്നെ പിന്തുണച്ച എല്ലാവരെയും, ആത്മീയ ജീവിതത്തിൽ സഹായമായ നിങ്ങളെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. എൻ്റെ സമർപ്പിത വഴികളിൽ എനിക്കെന്നും ബലമാവുന്നത് എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ സഭാ സമൂഹമാണ്. എൻ്റെ യാത്രയിൽ ഇന്നുവരെ എന്നെ നയിച്ചും രൂപപ്പെടുത്തിയും കൊണ്ടിരുന്ന എൻ്റെ സന്യാസ സഭയിലെ എല്ലാ സഹോദരിമാരെയും ഒത്തിരി നന്ദിയോടെയും സ്നേഹത്തോടെയും ഓർക്കുന്നു.